വെടിനിർത്തലിനിടയിൽ പ്രകോപന പരാമർശവുമായി ഇറാന്റെ ശത്രുക്കളുടെ ഭാഗത്തു നിന്നുള്ള ഏതു നീക്കത്തിനും കനത്ത മറുപടി ഉണ്ടാകുമെന്ന മുന്നറിയിപ്പുമായി രംഗത്ത് വന്നിരിക്കുകയാണ് IRGC. സൈന്യം എന്തിനും തയ്യാറാണെന്നും സൈനിക നേതൃത്വം ടെഹ്റാനിൽ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് കമാൻഡർ ജനറൽ മുഹമ്മദ് പാക്പൂറാണ് ഇസ്രായേലിനും അമേരിക്കയ്ക്കും മുന്നറിയിപ്പുമായി രംഗത്ത് വന്നത്. ഇറാന്റെ എല്ലാ യോദ്ധാക്കളും തയ്യാറാണെന്നും അവരുടെ വിരലുകൾ തോക്കുകളുടെ ട്രിഗറിലാണെന്നുമായിരുന്നു IRGC കമാൻഡറിന്റെ ഭീഷണി. തങ്ങളുടെ ശത്രുക്കളായ ഇസ്രായേലും അമേരിക്കയും അവരെ പിന്തുണയ്ക്കുന്നവരും ഇറാനെതിരെ പ്രവർത്തിക്കുകയാണെങ്കിൽ അതിന്റെ ഭവിഷ്യത്ത് ഭീകരമായിരിക്കുമെന്നും മുഹമ്മദ് പാക്പൂർ ഭീഷണിയിൽ കൂട്ടിച്ചേർത്തു. ഇസ്രായേൽ ഇറാൻ സംഘർഷം ജൂൺ 13 ആരംഭിച്ചതിനു ശേഷം ഇറാന്റെ സൈനിക നേതൃത്വം നടത്തിയ ഔദ്യോഗിക പ്രതികരണമായിരുന്നു ഇത്. ഈ ആക്രമണത്തിൽ ഇറാന്റെ ടോപ്പ് ലീഡിംഗ് മിലിറ്ററി നേതാക്കളെയും ന്യൂക്ലിയർ സയന്റിസ്റ്റുകളെയും ഇസ്രായേൽ വധിച്ചതായും കൂടാതെ ആണവ സൈനിക കേന്ദ്രങ്ങളും ആയുധശാലകളും മറ്റ് തന്ത്രപ്രാധാന്യമുള്ള പല സ്ഥലങ്ങളും ഇസ്രായേൽ തകർത്തതായും സൈനിക നേതൃത്വം സ്ഥിരീകരിച്ചു. ഔദ്യോഗിക കണക്കനുസരിച്ച് ഇറാനിൽ 610 പേരെയാണ് ഈ 12 ദിവസത്തെ യുദ്ധത്തിൽ ഇസ്രായേൽ വധിച്ചത്. 5000-ലധികം ആളുകൾക്ക് പരിക്കേറ്റു. അതേസമയം ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തിൽ ഇസ്രായേലിൽ 28 പേരാണ് കൊല്ലപ്പെട്ടത്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.